അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ റിയാസ് മന്നാനി കടയ്ക്കലാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈദ് മുബാറക് ബലിപെരുന്നാൾ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാനികൾ, രാവിലെ നമ്മൾ ഏറ്റവും മഹത്തായ നാളത്തായ ഒരു ഇബാദത്താണ് പെരുന്നാൾ നമസ്കാരം. അതിലേക്ക് നമ്മൾ രാവിലെ തന്നെ തക്ബീറുകൾ മുഴക്കി പള്ളിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വളരെ ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമാണ് മഹത്തായ ബലി എന്നുള്ളത്. ആ ബലി കർമ്മത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ മഹത്തായൊരു ശ്രേഷ്ഠമായൊരു ഇബാദത്താണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം പല കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നു, അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. നല്ലൊരു സന്തോഷമായ അന്തരീക്ഷമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ. പക്ഷേ ആ സന്തോഷം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. കാരണം എല്ലാവരും കുടുംബങ്ങളിൽ അവരുടെ അണുകുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. നമ്മുടെ ഭാര്യ മക്കൾ മാത്രം ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ സൽക്കർമ്മങ്ങൾ പോലെ നമസ്കാരം, ബലിയർപ്പിക്കൽ, അതുപോലെ തന്നെ ഏറ്റവും മഹത്തമായൊരു സൽക്കർമ്മമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കുക. കുടുംബബന്ധം ചേർക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, അതുമല്ല ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർത്തുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തിൽ, പെരുന്നാൾ ദിവസത്തിൽ കുടുംബബന്ധം ചേർക്കുന്നതിൽ കൂടി ശ്രദ്ധ പുലർത്തുക. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുൻഗാമികൾ. നമ്മുടെ ദുആകളും കാത്ത്, നമ്മുടെ വരവും കാത്ത് അവർ ഖബറിൽ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ മുൻഗാമികളെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ വാപ്പയുടെ വാപ്പ, ഉമ്മയുടെ വാപ്പ, ഇങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്നവരുടെ എല്ലാവരുടെയും ഖബർ സിയാറത്ത് ചെയ്യുവാൻ നമ്മൾ സന്നദ്ധത കാണിക്കണം. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിലും വളരെ പുണ്യമുള്ള അമലാണ്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസങ്ങളിൽ അത് മുസ്ലിമായാലും അമുസ്ലിമായാലും എല്ലാ മനുഷ്യരെയും സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പിന്നെ വേറൊരു പ്രത്യേക വിഷയമെന്ന് പറയുമ്പോൾ, നമ്മുടെ ബലി അർപ്പിച്ച മൃഗത്തിൻ്റെ ഇറച്ചി സഹോദര സമുദായത്തിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ വീടുകളിൽ ബലിപെരുന്നാളിന് ബലിയറുത്തു കൊണ്ടുവരുന്ന ധാരാളം ഇറച്ചികൾ വരും. അപ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇത് നമ്മുടെ ഇബാദത്തിൻ്റെ ഭക്ഷണമായതുകൊണ്ട്, ഇബാദത്തിൻ്റെ ഭാഗമായി നമ്മൾ ബലി നൽകി അതിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഇറച്ചി വാങ്ങി അവർക്ക് നൽകണം. ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് വലിയൊരു സൽക്കർമ്മമാണ്. പാവപ്പെട്ടവരാണ് നമ്മുടെ വീട്ടിൻ്റെ അടുക്കൽ താമസിക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി കോഴിയെങ്കിലും നമ്മൾ കുറച്ച് ഇറച്ചി വാങ്ങിച്ചവർക്ക് കൊടുക്കണം. അത് നല്ല പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബബന്ധം ചേർക്കൽ, ഖബർ സിയാറത്ത് ചെയ്യൽ. അങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും നിങ്ങൾ ഈ ദിവസത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ ചെറുപ്പക്കാരെല്ലാം നാട് കാണാൻ വേണ്ടി പല നാടുകളിലേക്കും ടൂർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. അതും നല്ല കാര്യമാണ്. പക്ഷേ അല്ലാഹു തന്നെ ഖുർആനിൽ പറയും, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. യാത്ര നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ യാത്രയിൽ ഹറാമുകൾ വരാതെ നമ്മൾ സൂക്ഷിക്കുക. നമസ്കാരം ഖദാ ആക്കാതെ നമ്മൾ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുന്ന യാത്ര പാടില്ലാത്തതാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര അതും ഹറാമാണ്. അങ്ങനെയുള്ള യാത്രകളെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിൽ, നല്ല ഉദ്ദേശത്തോടു കൂടി, അള്ളാഹുവിൻ്റെ കുദ്റത്തുകൾ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി, അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള വൈവിധ്യങ്ങൾ കാണണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള യാത്രകളെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ, ഈ നിയ്യത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഹറാമുകൾ വരാതെ നമസ്കാരം
ഇപ്പോൾ നമസ്കാരം ഖളാ ആവശ്യമില്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പള്ളികളുണ്ട്, അങ്ങനെ നമ്മൾ ഇറങ്ങി നമസ്കരിക്കുക. നമസ്കാരം ഖളാ ആക്കിക്കൊണ്ടുള്ള യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ ഇങ്ങനെ ഹറാമ് കലരുന്ന യാത്രകൾ നമ്മൾ ഒഴിവാക്കണം. നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ യാത്ര ചെയ്യുകയും അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും കൂടിയാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബക്കാർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന പ്രത്യേക വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, എല്ലാവർക്കും എൻ്റെ പേരിൽ ഈദ് മുബാറക്ക് നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.